بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد പ്രിയപ്പെട്ട മോമിനികളെ സഹോദര സഹോദരിമാരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ വീഡിയോ 84 വലിയ പെരുന്നാളിനെ പറ്റിയും ഉദ്ഹിയ്യത്തിനെ സംബന്ധിച്ചുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യപ്പെടുന്നത്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. വലിയ പെരുന്നാൾ അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് നമുക്ക് എല്ലാവരുടെയും മനസ്സിൽ ഉദ്ഹിയ്യത്താണ് പ്രധാന ഒരു അമല്. ഉദ്ഹിയ്യത്തിനെ സംബന്ധിച്ചും മറ്റും പറയുന്നത് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ ജീവചരിത്രങ്ങളൊക്കെ ഈ സമയത്ത് നമുക്ക് മനസ്സിൽ വരുന്ന ഒരു സന്ദർഭമാണ്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമും ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമും അവരുടെ ത്യാഗോജ്ജലമായ പ്രവർത്തനങ്ങളും ചരിത്രങ്ങളും അതാണ് നമ്മളുടെ മനസ്സിൽ പ്രധാനമായും വലിയ പെരുന്നാളിന് ആഗതമാകുന്നത്. അതിനെ സംബന്ധിച്ച് ഒരു ചെറു വിവരണം പറഞ്ഞുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കും. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം റിസാലത്തുമായി വരുന്ന സന്ദർഭം നമ്രൂദാണ് അവിടെ ഭരണം നടത്തിയിരുന്ന രാജാവ്. നമ്രൂദ് അവിശ്വാസിയായ ഒരു മനുഷ്യനായിരുന്നു. ലോകത്ത് രണ്ട് മുസ്ലിം രാജാക്കന്മാരും രണ്ട് അമുസ്ലിം രാജാക്കന്മാരുമാണ് ഭരണം നടത്തിയത് എന്ന് നമ്മൾ ലോകമാകുവാനും ഭരിച്ച 4 വ്യക്തികൾ 2 മുസ്ലിമും 2 അമുസ്ലിമുമാണ്. ഇത് മുമ്പത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് ദുൽഖർനൈനിയും സുലൈമാൻ നബി അലൈഹി ഇസ്ലാം മുസ്ലിം രാജാക്കന്മാർ. പിന്നെ ബുഖ്ത് നസർ എന്ന ആ രാജാവും നമ്രൂദും അമുസ്ലിം രാജാക്കന്മാർ. ഈ നമ്രൂദ് ഭരിക്കുന്ന കാലത്ത് ജനങ്ങൾ വളരെ വേദന സഹിച്ചുകൊണ്ടായിരുന്നു ജീവിച്ചിരുന്നത്. കാരണം വിഗ്രഹാരാധന മാത്രമാണ് നമ്രൂദിന്റെ ലക്ഷ്യം. തൗഹീദോ അള്ളാഹു ഏകനായ ദൈവത്തിലുള്ള വിശ്വാസമോ ആരാധനയോ അവിടെ അനുവദിക്കപ്പെട്ടിരുന്നില്ല. വിഗ്രഹത്തെ സംബന്ധിച്ച് ഒന്നും പറയാൻ പാടില്ല. അങ്ങനെയുള്ള ഒരു കാലഘട്ടമായിരുന്നു. വിഗ്രഹം എന്ന് പറഞ്ഞാൽ തന്നെ കല്ലുകൾ കൊണ്ടോ മരം കൊണ്ടോ നിർമ്മിക്കപ്പെട്ട വസ്തുക്കളാണ്. സംസാരിക്കില്ല, ഒന്നും കേൾക്കില്ല, കാണില്ല, ഒരാൾക്കും ഒരു സഹായം ചെയ്യാനും പറ്റില്ല. ആപത്തുകൾ വരുമ്പോൾ തടുക്കാനും പറ്റാത്ത സാധനങ്ങൾ ആണ് ഈ വിഗ്രഹം എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള വിഗ്രഹങ്ങൾക്ക് ആരാധിക്കുന്നത് സർവ്വസാധാരണമായിരുന്നു നമ്രൂദിന്റെ കാലത്ത് അറേബ്യയിൽ. ഇബ്രാഹിം നബി റിസാലത്തായി വന്ന് ജനങ്ങളോടായി സംസാരിച്ചു. തൻ്റെ ഉപ്പാടാണ് ആദ്യം സംസാരിച്ചത്. അദ്ദേഹം പറഞ്ഞു, യാ അബത്തി ലിമ തഅബുദു മാ ലാ യസ്മഉ വലാ യുബ്സിറു വലാ യുഗ്നി അൻക ശൈഅ. എൻ്റെ പൊന്നുപ്പ, എന്തിനാണ് ലിമ തഅബുദു മാ ലാ യസ്മഉ വലാ യുബ്സിറു, കാണുകയും കേൾക്കുകയും ചെയ്യാത്ത ഈ വിഗ്രഹങ്ങൾക്ക് നിങ്ങൾ ആരാധിക്കുന്നത്? നിങ്ങൾക്ക് ഒരു ഉപകാരം ചെയ്യൂല. ആപത്ത് നിങ്ങൾക്ക് വരുമ്പോൾ അതിനെ തടുക്കാനും സാധ്യമല്ല ഈ സാധനങ്ങൾക്ക്. എന്തിനാണ് നിങ്ങൾ ഇതിനൊക്കെ ആരാധിക്കുന്നത്? നിങ്ങൾക്ക് ബുദ്ധി കൊണ്ട് ആലോചിച്ചാൽ ഇതിൻ്റെ കാര്യം നിങ്ങൾക്ക് മനസ്സിലാവും എന്ന് പറഞ്ഞ് ചിന്തിക്കാനുള്ള ഒരു വഴി തുറന്നു വെച്ചു ഇബ്രാഹിം നബി അലൈഹി സ്വലാം. അവർക്ക് ചിന്തിക്കാനുള്ള. ഇതിന് ഉപ്പയിൽ നിന്ന് കിട്ടിയ മറുപടി കാല ആസർ പറഞ്ഞു. ആസർ എന്നാണ് ഉപ്പാടെ പേര്. വിഗ്രഹങ്ങളെ ഉണ്ടാക്കി വിൽക്കുന്ന ജോലിയായിരുന്നു ആസറിനുള്ളത്. അപ്പൊ വിഗ്രഹങ്ങളുമായിട്ട് വളരെയധികം ഇടപെട്ട് ജീവിക്കുന്ന ആളാണ്. റാഗിബുൻ എന്താൻ ആലിഹത്തി യാ ഇബ്രാഹിം ലാർജുമന്നക്ക,
വഹ്ജുർനി മലിയ. ഇതാണ് ഇബ്രാഹിം നബിക്ക് കിട്ടിയ മറുപടി. വിഗ്രഹാരാധനയെ എതിർത്തപ്പോൾ അദ്ദേഹത്തിന് കിട്ടിയ മറുപടി ഇതാണ്. റാഗിബുൻ എന്താ ആലിഹത്തിയ ഇബ്രാഹിം, എന്റെ മോനെ എന്ന് വിളിച്ചിട്ടല്ല പറയുന്നത്. ഈ വീഡിയോ ഇത് നമ്മൾ കഴിഞ്ഞ 82 വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സാന്ദർഭികമായി ഇവിടെ പറയാണ്, റാഗിബുൻ എന്താ ആലിഹത്തിയ ഇബ്രാഹിം, എന്റെ ദൈവങ്ങളെ നീ ആക്ഷേപിക്കുകയാണോ, ആക്ഷേപിച്ച് സംസാരിക്കുകയാണോ, ഉപേക്ഷിച്ച് സംസാരിക്കുകയാണോ? അർജുമന്നക്ക, നിന്നെ ഞാൻ എറിഞ്ഞുകൊല്ലും. ലൈലൻ തന്തഹി അർജുമന്നക്ക, നീ ഇതിൽ നിന്ന് വിരമിച്ചില്ലെങ്കിൽ നിന്നെ ഞാൻ എറിഞ്ഞു ഓടിക്കും. അതുകൊണ്ട് ഇത് ഇങ്ങനെ ആക്ഷേപിച്ച് സംസാരിക്കാൻ പാടില്ല. വഹ്ജുർനി മലിയ, നീ എന്നെ വിട്ട് കുറച്ചു കാലം വിട്ടു നിൽക്കണം, ഒരു ബന്ധമില്ലാതെ വിട്ടു നിൽക്കണം എന്നുള്ള മറുപടിയാണ് ഇബ്രാഹിം നബിക്ക് കിട്ടിയത്. അങ്ങനെ ജനങ്ങളുമായി സംസാരിച്ചപ്പോൾ ജനങ്ങള് ഇദ്ദേഹത്തെ തീയിലിടാൻ വേണ്ടിയുള്ള ഒരുക്കങ്ങളൊക്കെ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. ഇത് ഉപ്പാക്കറിയാം. ജനങ്ങളും രാജാവും രഹസ്യമായിട്ട്, കാരണം ഇബ്രാഹിം നബി അവരുടെ ബിംബങ്ങളൊക്കെ തച്ചുടച്ചു. എന്നിട്ട് തച്ചുടക്കാൻ ഉപയോഗിച്ച ആയുധം അതിന് വലിയ വിഗ്രഹത്തിന്റെ കഴുത്തിൽ കെട്ടി. അവരൊന്ന് ചോദിച്ചപ്പോൾ ആർക്കും അറിയില്ല ആരാണ് ഇപ്പണി ചെയ്തതെന്ന്. അവര് ഒരു പെരുന്നാൾ ദിവസമായിട്ട് ആ ക്ഷേത്രത്തിലേക്ക് പോയ സമയത്താണ് ഇങ്ങനെ സംഭവിച്ചത്. അപ്പോ ആരാണെന്ന് അറിയില്ല, പരസ്പരം ചോദിക്കാൻ തുടങ്ങി. രാജാവിന്റെ അടുത്ത് കേസ് എത്തി. രാജാവ് അന്വേഷണം ഓർഡർ ചെയ്തു. അങ്ങനെ പിടികിട്ടിയത് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ പേരാണ്. ഒരു ഇബ്രാഹിം എന്ന പേരുള്ള ഒരു വ്യക്തിയുണ്ട് ഇവിടെ, അയാളാണ് ഇത് ചെയ്തത് എന്നുള്ള വിവരം അവർക്ക് കിട്ടി. അങ്ങനെ ഇബ്രാഹിമിനെ കൊണ്ടുവന്നു. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനോട് ചോദ്യം ചെയ്തു. അപ്പൊ ഇബ്രാഹിം നബി പറഞ്ഞു, അവരോട് വലിയ ആളോട് ചോദിച്ചു നോക്ക് എന്ന് പറഞ്ഞപ്പോൾ ഇവർക്ക് അതിന് കഴിഞ്ഞില്ല. ചോദിച്ചു നോക്കാൻ കഴിഞ്ഞില്ല. ചോദിച്ചാൽ മറുപടി പറയാത്തവരോട് എങ്ങനെ ചോദിച്ചിട്ടെന്ത് കാര്യം എന്നുള്ള ചിന്തയിൽ അവരെത്തി. എന്നിട്ടും അവര് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ചെയ്തത് തെറ്റാണ് എന്നുള്ളത് കണക്കിലെടുത്തുകൊണ്ട് ഇബ്രാഹിം നബിനെ തീയിലിടാനുള്ള ഒരുക്കങ്ങളും നടത്തുക. ഹർരിഖൂഹു വൻസുറു ആലിഹത്തക്കും, നിങ്ങളെ ദൈവങ്ങളെ ആക്ഷേപിച്ച ആളിനെ കരിച്ചു കളയണം, അതാണ് വേണ്ടത്. നിങ്ങളുടെ ദൈവങ്ങൾക്ക് ഒരു കേടുപാടുകളും സംഭവിക്കാതെ അവരെ നിങ്ങൾ സഹായിക്കും വേണം. ഇതാണ് അവരുടെ തീരുമാനം ഉണ്ടായത്. ഹർരിഖൂഹു വൻസുറു ആലിഹത്തക്കും, നിങ്ങളെ ദൈവങ്ങളെ നിങ്ങൾ സഹായിക്കുക. ഇത് ചെയ്ത ആളെ ഇബ്രാഹിമിനെ നിങ്ങൾ തീയിലിടുക. ഇങ്ങനെ തീരുമാനമായി. അതിനുള്ള ഒരുക്കങ്ങൾ നടന്നു. കാലു ബിനു ബുന്യാന, അവര് വലിയ അഗ്നികുണ്ഡം തയ്യാറാക്കി. എന്നിട്ട് അതിലേക്ക് ആർക്കും കൊണ്ടിടാൻ പറ്റില്ല, കാരണം അത്രയും ശക്തിയായ ചൂടാണ്. മേലെ പറന്നു പോകുന്ന പറവുകൾ പോലും കരിഞ്ഞു താഴെ വീഴും, അത്ര വലിയ ചൂടാ. ചെറിയ നിലയ്ക്ക് ഒരു റൂമിൽ തീയിട്ട് ഇതാക്കല്ല, വലിയ നിലക്കുള്ള. അതിലേക്ക് അടുക്കളയിൽ ജോലി ചെയ്യുന്ന സ്ത്രീകൾ ഈ തീകുണ്ടത്തിലേക്ക്, ഇബ്രാഹിമിനെ കരിക്കാൻ വേണ്ടി തയ്യാർ ചെയ്ത തീകുണ്ടത്തിലേക്ക് വിറകിന്റെ കെട്ടുകൾ നീർച്ചാക്കിയിരുന്നു. അങ്ങനെ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അത്രയും വലിയ തീക്കുണ്ടം തയ്യാറാക്കി അതിലേക്ക് എടുത്തെറിയാനേ പറ്റൂ. എങ്ങനെയൊക്കെ എടുത്തെറിയാം. അതിനു വേണ്ടിയിട്ട് ഇവരൊരു ഒരു യന്ത്രം നിർമ്മിച്ചു. മിഞ്ചനീട്ട് എന്ന് അതിന് അറബിയിൽ പറയാം. അങ്ങനെ യന്ത്രം നിർമ്മിച്ച് ആ യന്ത്രത്തിൽ ഇബ്രാഹിം നബിനെ ഇരുത്തിയിട്ട് അതിലേക്ക് വലിച്ചെറിയുകയായിരുന്നു ഇബ്രാഹിം നബിനെ. അങ്ങനെ ഇബ്രാഹിം നബിനെ വലിച്ചെറിഞ്ഞത്
നാട്ടിലാകമാനം എല്ലാവരും അറിഞ്ഞു. ഉപ്പാക്കതറിയാം. ഉപ്പ കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ട് ഈ വാർത്തകളെല്ലാം. ഉപ്പാക്കൊന്നും ഒരിടക്കം ഉണ്ടായില്ല. അങ്ങനെ വലിച്ചെറിഞ്ഞപ്പോൾ ഇബ്രാഹിം നബിക്ക് ഒന്നും സംഭവിക്കുന്നില്ല, ഒരു ചൂട് മേൽക്കുന്നില്ല, ഒന്നുമില്ല. അതിന് കാരണം അള്ളാഹു ഖുർആനിൽ പറയുന്നു, ഖുൽന യാ നാറു കൂനി ബർദം വസലാമൻ അലാ ഇബ്രാഹിം. അഗ്നിയോട് അള്ളാഹ് പറയാണ്, തീയെ നീ ചൂടുണ്ടാവരുത്, തണുപ്പായി രൂപാന്തരപ്പെടണം. ആ തണുപ്പ് തന്നെ ഇബ്രാഹിം നബിക്ക് ആശ്വാസമേകുന്ന തണുപ്പാവണം. അപ്പോൾ നമ്മളിവിടെ എയർ കണ്ടീഷനിൽ നിന്ന് അനുഭവിക്കുന്ന മിതോ ഉഷ്ണം, അതാണല്ലോ നമ്മൾ എയർ കണ്ടീഷനിൽ നിന്ന് അനുഭവിക്കുന്നത്. അതേ രീതിയിലുള്ള ഒരു നിലപാടിൽ തീ രൂപാന്തരപ്പെടണം എന്നുള്ളത് അള്ളാഹുവിന്റെ നിർദ്ദേശം. വേറെ നിലക്ക് ഇബ്രാഹിം നബി തീയിൽ നിന്ന് രക്ഷപ്പെട്ടു എന്നൊക്കെ ചിലപ്പോൾ കേൾക്കാം. അത് വിശ്വസനീയമല്ല. കാരണം ഖുർആനിൽ പറഞ്ഞതാണ് ഇപ്പൊ ഞാൻ പറഞ്ഞത്. അങ്ങനെയാണ് ഇബ്രാഹിം നബി രക്ഷപ്പെട്ടത്, ഒരു പോറലും ഏൽക്കാതെ രക്ഷപ്പെട്ടു. അങ്ങനെ ഇബ്രാഹിം നബി രക്ഷപ്പെട്ട്, ചുരുക്കി പറയാണ്, ഇബ്രാഹിം നബി രക്ഷപ്പെട്ട് ആ രംഗത്ത് നിന്ന് നമ്രൂദും പാർട്ടികൾക്ക് എല്ലാവർക്കും അറിയാം. ഉപ്പയും കണ്ടിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ ഉപ്പയും കണ്ടിട്ടുണ്ട് രക്ഷപ്പെട്ട് പുറത്തേക്ക് വരല്. അഗ്നികുണ്ഡത്തിൽ നിന്ന് ഒരു പോറലും ഏൽക്കാതെ രക്ഷപ്പെട്ട് പുറത്തേക്ക് വന്നു. ജനങ്ങളൊട്ടാകെ അറിയാം. ഇത് വലിയൊരു മുഅ്ജിസത്താണ്, അള്ളാഹു നൽകിയ ഒരു മുഅ്ജിസത്താണ്. അപ്പോൾ അതിന് ശേഷമായിട്ട് ഇബ്രാഹിം നബി ദുആ ചെയ്യുക, റബ്ബി ഹബ്ലി മിനസ്സാലിഹീൻ, എനിക്ക് സാലിഹായ ഒരു സന്താനത്തെ തരണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ആ പ്രാർത്ഥന അള്ളാഹു സ്വീകരിച്ചു, ഇസ്മായിലിനെ കൊടുത്തു. ബശർനാഹു ബിഗുലാമിൻ ഹലീം, അള്ളാഹു ദുആ സ്വീകരിച്ച് ബശർനാഹു ബിഗുലാമിൻ ഹലീം, നമ്മൾ അവരെ സന്തോഷം അറിയിച്ചു, ഇബ്രാഹിം നബിനെ സന്തോഷം അറിയിച്ചു. ബിഗുലാമിൻ ഹലീം, ഒരു ഹലീമായ ഒരു ആൺകുട്ടിയെ കൊണ്ട് എന്ന് പറഞ്ഞാൽ റബ്ബി ഹബ്ലി മിനസ്സാലിഹീൻ എന്ന് പറഞ്ഞത് എനിക്കൊരു സാലിഹായ സന്താനത്തെ തരണം എന്നാണ് ദുആ ചെയ്തത്. ആ ദുആ അല്ലാഹു സ്വീകരിക്കുകയും അങ്ങനെ മലക്കുകൾ മുഖേന സന്തോഷം അറിയിക്കുകയും ചെയ്തു. മലക്കുകൾ മുഖേന സന്തോഷം അറിയിച്ചെന്ന് മലക്കുകൾ വന്നൊരു ചരിത്രമുണ്ട്. ഹൽ അത്താക ഹദീസു ദൈഫി ഇബ്രാഹിം അൽ മുക്രമീൻ ഇദ് ദഖലു അലൈഹി ഫഖാലു സലാമ ഖാല സലാം ഖൗമുൻ മുൻകറൂൻ ഫറാഗ ഇലാ അഹ്ലിഹി വജാഅ ബിഅജ്ലിൻ ഹനീജ്. ഇങ്ങനെ സുദീർഘമായ ഒരു സംഭവം അവിടെ നടന്നിട്ടുണ്ട്. അതിനെ സംബന്ധിച്ചാണ് അള്ളാഹു പറഞ്ഞാൽ ഹത്താക ഹദീസു ദൈഫി ഇബ്രാഹിം അൽ മുക്രമീൻ. ഇബ്രാഹിം നബിയുടെ അടുത്ത് കുറച്ച് അതിഥികൾ വന്നു. അവര് ഇബ്രാഹിം നബിയുടെ അടുത്ത് വന്നപ്പോൾ സലാം ചൊല്ലി വന്നവര്. അപ്പോ വഖാല സലാം, ഇബ്രാഹിം നബിയും സലാം മടക്കിയിട്ട് പറഞ്ഞു, ഖൗമുൻ മുൻകറുൻ, പരിചയമില്ലാത്ത ആളുകളാണല്ലോ എന്ന് പറഞ്ഞു. ഭാര്യയുടെ അടുത്ത് പോയി ഒരു ഭക്ഷണം ശരിയാക്കാൻ പറഞ്ഞു, അതിഥികളെ സൽക്കരിക്കണ്ടേ. അങ്ങനെ നല്ല ഒരു ബീഫ് കൊണ്ടുവന്നു. അത് അവരുടെ അടുത്തേക്ക് വെച്ചു. എന്നിട്ട് ചോദിച്ചു, എന്നാ കഴിക്കല്ലേ എന്ന് നമ്മൾ സാധാരണ പറയുന്ന പോലെ കഴിക്കല്ലേ എന്ന് പറഞ്ഞു. ഇവര് കഴിക്കുന്ന കാണാനില്ല. അപ്പൊ പേടിയായി ഇബ്രാഹിം നബിക്ക്. അപ്പോ അവര് പറഞ്ഞു, ഖാലു ലാ തൗജൽ, നീ പേടിക്കണ്ട, ഞങ്ങള് അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള ദൂതന്മാരാണ്, മലക്കുകളാണ്, ഞങ്ങൾ ഭക്ഷണം കഴിക്കില്ല, പേടിക്കണ്ട. അപ്പൊ ആ കാലഘട്ടത്തിൽ അതിഥി സൽക്കാരം സ്വീകരിക്കാത്തവര് കള്ളന്മാരാവും എന്നുള്ളതാണ് അവരുടെ. കള്ളന്മാരാണെങ്കിൽ അതിഥി സൽക്കാരം സ്വീകരിക്കില്ല. അങ്ങനെ ഒരു പേടിയാണ് ഇബ്രാഹിം നബിക്ക് കടന്നുകൂടിയത്. അപ്പോൾ അതനുസരിച്ച് അവർ വന്ന കാര്യമൊക്കെ പറഞ്ഞു. ഒരു കുട്ടിയെ നിങ്ങൾക്ക് തരാൻ ഉദ്ദേശിക്കുന്നത് അല്ലാഹു ദുആ ചെയ്തത് പരമായിട്ട് എന്നുള്ള സന്തോഷം അറിയിച്ചു. ഇന്നാനു ബശറുക ബിഗുലാമിൻ ഹലീം എന്ന് അവർ പറയുകയും ചെയ്തു.
അപ്പോൾ ഭാര്യ വന്നിട്ട് എങ്ങനെയാണ് എനിക്ക് കുട്ടി ഉണ്ടാവുക, പ്രായമായി, ഞാൻ പ്രസവിക്കാത്തൊരു സ്ത്രീയാണ്, എങ്ങനെ കുട്ടി ഉണ്ടാവുക എന്നുള്ള സംശയമൊക്കെ ചോദിച്ചു. അതൊന്നും കാര്യമില്ല, അള്ളാഹുവിന് അതൊക്കെ നിഷ്പ്രയാസം സാധിക്കുന്ന കാര്യങ്ങളാണ്. അഗ്നിയിൽ നിന്ന് ഇബ്രാഹിം നബിയെ കേടുകൂടാതെ ഒരു പോരലും നേർക്കാതെ രക്ഷപ്പെടുത്തി അള്ളാഹു. അതിന് അള്ളാഹുവിന് ഇതൊന്നും ഒരു പ്രശ്നമുള്ള കാര്യമല്ല എന്നൊക്കെയുള്ള മറുപടിയും പറഞ്ഞ കാര്യം അങ്ങനെ അവസാനിച്ചു. അങ്ങനെ ഇസ്മായിൽ നബി ജനിച്ചു. ഇസ്മായിൽ നബി ജനിച്ച് കുറച്ച് പ്രായമായി. ഫലമ്മ ബലഗ മഅഹു സഅയ ഖാല യാ ബുനയ്യ ഇന്നി അറാ ഫിൽ മനാമി അന്നി അദ്ബഹുക ഫൻദുർ മാദാ തറാ ഖാല യാ അബതി ഫഅൽ മാ തുമർ സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സാബിരീൻ. ഖുർആനിൽ അല്ലാഹു പറഞ്ഞ സാഫാത്ത് സൂറത്തിൽ പറഞ്ഞ അല്ലാഹു പറഞ്ഞതാണ്. എന്താ പറഞ്ഞത്? ഇസ്മായിലിന് ഉപ്പാടെ കൂടെ നടന്ന് ചെറിയ ചെറിയ കാര്യങ്ങളിലൊക്കെ ഉപ്പാനെ സഹായിക്കാനുള്ള ഒരു പ്രായമായപ്പോൾ, മുഫസ്സിറുകൾ പറയുന്നത് 12 വയസ്സ്, ഏകദേശം 12 വയസ്സായപ്പോൾ, മകനെ നിന്നെ പറ്റി ഞാൻ സ്വപ്നം കാണുന്നു, നിന്നെ അറുക്കുന്നതായിട്ട് ഞാൻ സ്വപ്നം കാണുന്നു എന്ന് പറഞ്ഞു. അതുകൊണ്ട് നീ ആലോചിച്ചിട്ട് ഇതിനെ സംബന്ധിച്ച് ചിന്തിച്ചിട്ട് എനിക്ക് മറുപടി തരണം, നിനക്ക് സമ്മതമാണോ അല്ലേ എന്നുള്ള മറുപടി തരണം. അപ്പൊ തന്നെ ഇസ്മായിൽ നബി പറയാണ്, ഖാലയ അബത്തിഫ് അൽ മാ തുമർ, നിങ്ങളോട് കൽപ്പിക്കപ്പെട്ടതിന് ഉപ്പ നിങ്ങൾ പ്രവർത്തിക്കണം, അതിന് താമസം വരുത്തണ്ട. സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സാബിരീൻ, ഞാൻ എന്നെ അറുക്കുന്ന ആ സംഭവം നടക്കുന്ന സമയത്ത് ഞാൻ അക്ഷമനായിട്ട് ഒന്നും ചെയ്യില്ല, ഞാൻ ക്ഷമ കൈക്കൊള്ളും, അങ്ങനെ നിങ്ങൾക്ക് കാണാൻ കഴിയും എന്ന് പറഞ്ഞ് ഇബ്രാഹിം നബിക്ക് സന്തോഷമായി. അള്ളാഹുവിന്റെ കൽപ്പനയ്ക്ക് യോജിച്ചാണല്ലോ മകൻ സംസാരിച്ചതെന്നുള്ളതിനൊക്കെ. അങ്ങനെ രണ്ടുപേർക്കും സമ്മതമായി. അപ്പൊ അള്ളാഹു പറയുന്ന രണ്ടുപേരും അള്ളാഹുവിന്റെ ആജ്ഞയ്ക്ക് കീഴടങ്ങിയപ്പോൾ, അവർക്ക് സമ്മതമായപ്പോൾ, തല്ലഹു എന്നിട്ട് അറുക്കാനുള്ള ഒരുക്കങ്ങൾ നടത്തുകയും ചെയ്യുകയാണ്. തല്ലഹു ലിൽ ജബീൻ, അടക്കാൻ വേണ്ടി ഒരു സ്ഥലത്ത് കൊണ്ടുപോയി അവിടെ ഇസ്മായിൽ നബിയെ ചെരിച്ചു കിടത്തി. അന്ന് നബി ആയിട്ടില്ല. ഇസ്മായിലിനെ ചെരിച്ചു കിടത്തി കഴുത്തിൽ കത്തി വെച്ചു അറുക്കാൻ വേണ്ടി. അറുക്കാൻ മുറിയുന്നില്ല, കഴുത്ത് മുറിയുന്നില്ല. അങ്ങനെ പല പ്രാവശ്യം ശക്തിയായി അറുത്തു നോക്കി മുറിയുന്നില്ല. സംശയമായി ഇബ്രാഹിം നബിക്ക്, എൻ്റെ കത്തിക്ക് മൂർച്ചയില്ലേ എന്ന്. മൂർച്ച വീണ്ടും പരിശോധിച്ച് നോക്കുമ്പോൾ നല്ല മൂർച്ചയുണ്ട്. കത്തിക്ക് മൂർച്ച കുറവല്ല, മുറിയുന്നില്ല. അപ്പോ കത്തിക്ക് മൂർച്ചയും തീയിന് ചൂടും ഇല്ലാതായ സന്ദർഭമാണ് ഇവിടെ നമുക്ക് ചിന്തിക്കാനുള്ളത്. ഇത് വലിയൊരു അസാധാരണ സംഭവം. തീയിന് ചൂടില്ലാതിരിക്കുക, അത് അള്ളാഹു പറഞ്ഞു, ഞാൻ ആറുപൂനി ബർദമുസലാം എന്നുള്ള ഇബ്രാഹിം. അപ്പൊ അന്ന് ഉദ്ദേശിച്ചാലേ ഇതൊക്കെ നടക്കുമെന്നുള്ളത് വളരെ വ്യക്തമായി. തീയിന് ചൂടുണ്ടായില്ല, തീ തണുപ്പായി മാറി. പിന്നെ കത്തിക്ക് മൂർച്ച ഉണ്ടായില്ല. കത്തിക്ക് മൂർച്ചയില്ലാതെ ഇരുന്ന് എന്തുകൊണ്ടാ? അത് കാരണം പറഞ്ഞിട്ടില്ല, അല്ല പറഞ്ഞത് ഇവിടെ പറഞ്ഞിട്ടില്ല. അല്ല അങ്ങനെ ഉദ്ദേശിച്ചു, അതിന്റെ പേരിൽ അത് നടന്നില്ല, അറിവും നടന്നില്ല. പകരമായിട്ട് ഒരു വിളി കേൾക്കവൻ ആദീനാഹു അയ്യാ ഇബ്രാഹിം. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ വിളിച്ച് അള്ളാഹു പറയാണ്, അയ്യാ ഇബ്രാഹിം വനാദൈനാഹു അയ്യാ ഇബ്രാഹിം ഖദ് സദ്ദഖ്ത റുയ ഇന്നാ കദാലിക നജ്സിൽ മുഹ്സിനീൻ. നല്ല മനുഷ്യന്മാർക്ക് നമ്മൾ പ്രതിഫലം കൊടുക്കുന്നത് ഇങ്ങനെയാണ്. അവരുടെ പരീക്ഷണത്തിൽ അവർ വിജയിച്ചു. എന്തിനങ്ങനെ അല്ല ചെയ്തു വെച്ചത്? അറുക്കാൻ വേണ്ടി സ്വപ്നം കാണിച്ചു, അറുക്കാൻ സമയത്ത് അറുക്കുന്നില്ല, കഴുത്ത് മുറിയുന്നില്ല. സ്വന്തം പുത്രനെ ബലിയറുക്കാൻ വേണ്ടി അള്ളാഹു കൽപ്പിച്ചു, ആ കാര്യം നടക്കുന്നില്ല. എന്നിട്ട് അള്ളാഹു വിളിച്ചു പറയാ, ഖദ് സദ്ദഖ്ത റുയ, നിന്റെ സ്വപ്നം നീ സാക്ഷാത്കരിച്ചു, സത്യസന്ധമായി ആ സ്വപ്നത്തെ നീ അംഗീകരിച്ചു. അതുകൊണ്ട് അള്ളാഹു ഇസ്മായിലിന് പകരമായിട്ട്
വേറെ ഒരു ബലിമൃഗത്തെ അള്ളാഹു നൽകി അതിനെയാണ് അടുത്തത്. അതാണ് ഈ ഉദഹിയത്ത് എന്ന് പറയുന്നത്. ഉദഹിയത്തിന്റെ പശ്ചാത്തലം ഇതാണ്. അപ്പൊ ഇത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. അങ്ങനെ ഇബ്രാഹിം നബി അറുക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ ആ ദിബഹൻ അതിൽ ഒരു വലിയതായ ഒരു ബലിമൃഗത്തെ അള്ളാഹു കൊടുത്തു. അതിനെയാണ് അറുക്കുന്നത്. ഇതിനെ അറുക്കുന്നത് അതാണ് നമ്മളുടെ ഈ ഉലഹിയത്തിന്റെ പശ്ചാത്തലം. ഇനി ഉലഹിയത്ത് എങ്ങനെയുള്ള മൃഗത്തെ അറുക്കണ്ടേ എന്നുള്ള ഒരു വിവരണം. ആടാണെങ്കിൽ 1 വയസ്സാവണം. പശു പോത്ത് പോലെയുള്ള സാധനങ്ങളാണെങ്കിൽ 2 വയസ്സാവണം. ഒട്ടകമാണെങ്കിൽ 5 വയസ്സാവണം. ഇങ്ങനെ 5 വയസ്സുള്ള ഒട്ടകത്തെയും പശുവിനെയും അറക്കുമ്പോൾ ആടില് ഷെയറാവാൻ പറ്റില്ല. ആട് ഒറ്റ ഷെയറേ പറ്റും. പോത്ത്, പശു, ഇങ്ങനെ ഒട്ടകം ഒക്കെ ആണെങ്കിൽ 7 ഷെയർ വരെ ആവാം. 7 ആൾ കൂടി കാര്യങ്ങൾ ഒന്നിനെ അറക്കാമെന്ന് അർത്ഥം. 1, 2, 3, 4, 5, 6, 7 ഷെയർ വരെ ആവാം. 7 ഷെയർ ഇങ്ങനെ അറുക്കുമ്പോൾ നിയ്യത്ത് ചെയ്യണം. ഈ മൃഗത്തെ ഞാൻ ബലിയറുക്കുന്നു, ഉലഹിയത്ത് അറക്കുന്നു എന്ന് നിയ്യത്ത് ചെയ്യണം. അത് മൃഗത്തെ അതിനായിട്ട് തിരഞ്ഞെടുക്കുന്ന സമയത്ത് നിയ്യത്ത് ചെയ്യാം, അല്ലെങ്കിൽ അറുക്കുന്ന സമയത്ത് നിയ്യത്ത് ചെയ്യാം. അറുക്കുന്ന സമയത്ത് ദുൽഹജ്ജ് 1 മുതൽക്ക് അറുക്കുന്ന ആളുടെ നഖം, മുടി മുതലായതൊന്നും നീക്കാൻ പാടില്ല. ഇത് ഈ അറുക്കുന്ന സമയം വരെ. അറുക്കേണ്ട സമയം നഹറിന്റെ ദിവസം, പെരുന്നാൾ ദിവസത്തിൽ സൂര്യോദയം മുതൽക്ക്, സൂര്യൻ ഉദിച്ചു കുറച്ച് ഉയർന്നിടം മുതൽക്ക് 4-ാം പെരുന്നാള് വരെ, അസർ വരെയുള്ള സമയമാണ്. അസർ ആവുന്ന സമയമല്ല, അസർ അവസാനിക്കുന്ന സമയം. അപ്പം മഗ്‌രിബിന്റെ സമയം ഏതാണ്ട് എത്തും. ഇതാണ് ഉലഹിയത്ത് അറുക്കേണ്ട സമയം. അപ്പൊ ഉലഹിയത്ത് നിയ്യത്ത് ചെയ്യണം, ഷെയർ പറ്റും. ഇതൊക്കെയാണ് ഈ ഇതിൽ പറയാനുള്ളത്. ഇനി ഹജ്ജ് പെരുന്നാളിന് പ്രധാനമായിട്ട് നമസ്കാരമാണ്. അതിൽ നിയ്യത്ത് ചെയ്യണം. ഹജ്ജ് പെരുന്നാൾ, വലിയ പെരുന്നാളിന്റെ സുന്നത്ത് നമസ്കാരം 2 റക്അത്ത് ഞാൻ നിസ്കരിക്കുന്നു എന്ന് നിയ്യത്ത് ചെയ്യുക. എന്നിട്ട് തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലുക. തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലിയിട്ട് അതിനുശേഷമായി വജ്ജഹത്ത് ഓതുക. വജ്ജഹത്ത് ഓതി കഴിഞ്ഞാൽ തക്ബീർ, 7 തക്ബീർ എല്ലാ ആദ്യത്തെ റക്അത്തിൽ. 7 തക്ബീറിൽ ഓരോ 2 തക്ബീറിന്റെയും ഇടക്കായിട്ട് സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്ന് ചൊല്ലണം. അങ്ങനെ 7 തക്ബീർ അവസാനിച്ചാൽ ഒറ്റക്ക് നിസ്കരിക്കുന്ന ആളും ഇമാമും സൂറത്ത് ഓതണം. മഅ്മൂമാണെങ്കിൽ സൂറത്ത് ഓതേണ്ട ആവശ്യമില്ല. ഇമാമോടുകൂടി നിസ്കരിക്കുന്ന മഅ്മൂമികൾ അല്ലെങ്കിൽ അവർ സൂറത്ത് ഓതേണ്ടതില്ല, ഇമാം ഓതിക്കോളും. ഒറ്റക്ക് നിസ്കരിക്കുന്ന ആളും ഇമാമും സൂറത്ത് ഓതണം. ഫാത്തിഹ എല്ലാവരും ഓതണം. അങ്ങനെ ഈ സൂറത്ത് ഓതിക്കഴിഞ്ഞാൽ സാധാരണ പോലെ 1 റക്അത്ത് നിസ്കരിക്കും. ആ റക്അത്ത് കഴിഞ്ഞാൽ 2-ാം റക്അത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഖിയാമിൽ എത്തിയല്ലോ. ഖിയാം 5 തക്ബീർ ചൊല്ലുക. ഓരോ 2 റക്അത്തിലും ആദ്യത്തെ റക്അത്തിൽ ചെയ്ത പോലെ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്നുള്ള തസ്ബീഹ് ചൊല്ലണം. ഇതിലും 5 തക്ബീർ കഴിഞ്ഞാൽ ഇതിലും സൂറത്ത് ഓതാം. ആര്? ഇമാമും ഒറ്റയ്ക്ക് നിസ്കരിക്കുന്ന ആളും. മഅ്മൂമിങ്ങളും സൂറത്ത് ഓതേണ്ട ആവശ്യം. അങ്ങനെ സലാം വീട്ടുക. സലാം വീട്ടി കഴിഞ്ഞാൽ പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞു. റുക്കുഉം സുജൂദും ഒക്കെ ചെയ്ത് സലാം വീട്ടി കഴിഞ്ഞാൽ പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞു. പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞ ഉടനെ ഇമാമ് അല്ലെങ്കിൽ ഖത്തീബ് 2 ഖുത്ബ ഓതും. ഖുത്ബയിൽ തക്ബീറുകൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചെല്ലേണ്ട രംഗങ്ങളുണ്ട്. അത് ചൊല്ലി ഖുത്ബ കഴിയുന്നത് വരെ മഅ്മൂമീങ്ങൾ അത് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം.
ഖുതുബ കഴിഞ്ഞിട്ടേ പിരിഞ്ഞു പോകാൻ പാടുള്ളൂ. എന്നാൽ അത്യാവശ്യ കാര്യങ്ങളുണ്ട്, വളരെ അതിപ്രധാനപ്പെട്ട കാര്യമുണ്ട്, എനിക്കിവിടെ ഇരിക്കാൻ പറ്റില്ല, അങ്ങനെയുള്ള ഒരു സന്ദർഭം വരികയാണെങ്കിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുണ്ട്, അവർക്ക് പോവാം, ഖുതുബ കേൾക്കാതെ തന്നെ അവിടുന്ന് പിരിഞ്ഞു പോവാം. അങ്ങനെ ഉണ്ടെങ്കിലേ പോകാൻ പാടുള്ളൂ എന്നാണ് ഹദീസ് ഉള്ളത്. ഇല്ലെങ്കിലോ ഇവിടെ ഇരിക്കണം, ഖുതുബ കേൾക്കണം, ഖുതുബ കേട്ട് അവസാനേ പിരിഞ്ഞു പോകാൻ പാടുള്ളൂ. ഇത്രയുമാണ് ഈ വീഡിയോയിൽ പെരുന്നാളിനെ പറ്റിയും പെരുന്നാൾ നമസ്കാരത്തെ പറ്റിയും ഖുതുബയെ പറ്റിയും അതിപ്രധാനമായ ഉദഹിയത്തിനെ സംബന്ധിച്ചും അതിൻ്റെ പാശ്ചാത്യത്തെ സംബന്ധിച്ചും ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അള്ളാഹു ഇത് സ്വീകരിക്കട്ടെ. എല്ലാവരും ഇത് സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാ വീഡിയോയും വ്യക്തമായിട്ട് വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇപ്പോൾ 84 വീഡിയോ ആയിട്ടുണ്ട്. ഇതെല്ലാം നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്താൽ ശരിക്കും കാണാൻ കഴിയും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.